തുടർച്ചയായി ഉണ്ടാകുന്ന പ്രശ്നങ്ങളുടെ പശ്ചാത്തലത്തിൽ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് രാജിവെക്കണം എന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. അതിനായി ഒരുപാട് പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കുന്നുണ്ട്. അങ്ങനെ വേണോ? ആരോഗ്യമന്ത്രി എന്തിന് രാജിവെക്കണം? നാട്ടുകാർക്ക് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത്. സമാനമായ അതിലും വലിയ സംഭവങ്ങൾ തൊട്ടപ്പുറത്ത് കർണാടകത്തിൽ നടന്നപ്പോൾ അവിടെ ആരും രാജിവെച്ചില്ലല്ലോ എന്ന് മന്ത്രി VN വാസവൻ പ്രതികരിക്കുന്നുണ്ട്. ഇനി ഞാൻ നിന്റെ മുഖത്ത് നോക്കി ഒരു സത്യം പറഞ്ഞോട്ടെ. ഇത്രയും കാലം ഞാൻ വിചാരിച്ചിരുന്നത് ഈ തല നിനക്കൊരു അലങ്കാര വസ്തു മാത്രമാണെന്ന്. ഇപ്പോഴാണ് എനിക്ക് ബോധ്യമായത് ഇത് നിറയെ ബുദ്ധി മിക്സ് ചെയ്ത തലച്ചോറാണെന്ന്. മന്ത്രി വീണ ജോർജ് സത്യത്തിൽ രാജിവെക്കണോ? ജനങ്ങൾ കുടിവെള്ളം ചോദിച്ചാൽ ചെളിവെള്ളം കൊടുക്കുന്ന ഈ ഭരണകക്ഷിക്കാരെ ചൂലുകൊണ്ട് അടിച്ചിറക്കണം. രാജിവെച്ചാൽ എന്താണ് സംഭവിക്കുക? വേറൊരു മന്ത്രി വരും. സ്വാഭാവികം. വേറൊരു മന്ത്രി വന്നു എന്നതുകൊണ്ട് മാത്രം ഇപ്പോൾ ഉയർത്തിയിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും എന്നുറപ്പുണ്ടോ? അതിന് കുറെ ചൊറിയും. അപ്പോൾ സത്യത്തിൽ നമുക്ക് വേണ്ടത് പ്രശ്നങ്ങളുടെ പരിഹാരമാണ്, വ്യക്തികളുടെ രാജിയല്ല. മനസ്സിലാക്കി കളഞ്ഞല്ല. രാജി വെക്കണോ വേണ്ടയോ എന്നതൊക്കെ പാർട്ടിയുടെ തീരുമാനമാകാം, വീണയുടെ തീരുമാനവുമാകാം. ഭയങ്കരം തന്നെ. രാജിവെച്ചാലും ഇല്ലെങ്കിലും ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുക എന്നതും തെറ്റ് പറ്റിയാൽ അത് സമ്മതിക്കുക എന്നതും അതിൻ്റെ തിരുത്തലുമായി മുന്നോട്ട് പോവുക എന്നതും ഒരു ലീഡറെ സംബന്ധിച്ചിടത്തോളം, ഒരു നേതാവിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട കാര്യമാണ്. സത്യങ്ങൾ പറയുമ്പം കൊള്ളേണ്ടവർക്ക് കൊള്ളും. അക്കാര്യത്തിൽ വീണ ജോർജ് പരാജയപ്പെട്ടു എന്നതാണ് ഇപ്പോഴുണ്ടായ സംഭവങ്ങൾ സൂചിപ്പിക്കുന്നത്. വെരി വെരി ഗുഡ്. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് രാജിവെക്കണോ? ആ തീരുമാനം CPM-ഉം പിണറായി വിജയനുമാണ് എടുക്കേണ്ടത്. എല്ലാം കലങ്ങുന്ന ലക്ഷണമാ. എന്നാ ഞങ്ങൾ നാട്ടിലോട്ട് വലിഞ്ഞോട്ടെ. സ്വന്തം രാജി തീരുമാനിക്കാൻ പോലുമുള്ള സ്വാതന്ത്ര്യം വീണ ജോർജിനുണ്ട് എന്ന് തോന്നുന്നില്ല. എന്ത് വിധി ഇത്? അതാണ് CPM-ന്റെ സിസ്റ്റം. ആ സിസ്റ്റത്തിനകത്താണ് ആരോഗ്യവകുപ്പും അതിന്റെ മന്ത്രിയും. എന്നാ പിന്നെ പേടിക്കണ്ട. വകുപ്പിലെ സിസ്റ്റത്തിന്റെ കുഴപ്പങ്ങൾ വളരെ വലുതാണ് എന്ന് വകുപ്പ് മന്ത്രി തന്നെ പറയുന്നു. ആരോഗ്യവകുപ്പിലെ സിസ്റ്റത്തിന്റെ കുഴപ്പവും പരാജയവും സിസ്റ്റത്തിന്റെ മാത്രം കുഴപ്പമാണ് എന്നും അതിന്റെ ഉത്തരവാദിത്തം വീണ ജോർജ് എന്ന മന്ത്രിക്കോ പിണറായി വിജയന്റെ സർക്കാരിനോ അല്ല എന്നുമാണ് ഇപ്പോൾ MV ഗോവിന്ദൻ മുതൽ വീണ ജോർജ് വരെയുള്ള നേതാക്കളും അധികാരികളും വാദിച്ചു നിൽക്കുന്നത്. നിങ്ങൾക്ക് നടത്താൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ ഭരിക്കണ്ട. ഇതിന്റെ താത്വികവും സാങ്കേതികവുമായ വിശദീകരണങ്ങളാണ് അനുയായികൾ കാണ്ടമായി എഴുതിവിടുന്നത്. വിജയത്തിന്റെ കഥ എങ്ങനെ പെട്ടെന്ന് പറഞ്ഞ തീരില്ല. അതിങ്ങനെ മഹാഭാരതം പോലെ കാണ്ടായിട്ട് കിടക്കുകയില്ലേ. വകുപ്പിലെ സിസ്റ്റം നന്നാക്കേണ്ടത് നാട്ടുകാരുടെ ഉത്തരവാദിത്തമല്ല എന്ന മിനിമം ബോധ്യമെങ്കിലും മന്ത്രിക്കുണ്ടാകണം. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള വാർഷിക കാലത്ത് നവകേരള സദസ്സുമൊക്കെയായി നമ്മുടെ മന്ത്രിസഭ കേരളത്തിൽ ആകമാനം സഞ്ചരിച്ച സാഹചര്യം മറന്നുപോയിട്ടില്ലല്ലോ. അന്ന് പ്രതിഷേധമുയർന്ന സാഹചര്യങ്ങളിലെല്ലാം സർക്കാരിനെയും മന്ത്രിമാരെയും സംരക്ഷിക്കാനെത്തിയത് ഇവിടുത്തെ SFI-ക്കാരും DYFI-ക്കാരുമാണ്. ഏതാണ്ട് സമാനമായ സാഹചര്യം ഉരുത്തിരിയാൻ പോവുകയാണ് എന്ന് ഇന്ന് DYFI നേതാവിന്റെ വാക്കുകൾ കേട്ടാൽ തോന്നും. അവർ സംരക്ഷണ കവചം വീണ ജോർജിന് ഒരുക്കുമത്രേ. പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ കീഴിലാണ് ഇവിടുത്തെ ആഭ്യന്തര വകുപ്പ്, പോലീസ്. അയ്യോ, അതിപ്പോ പുതിയതൊന്നും അല്ല. പിണറായി വിജയന്റെ പോലീസ് ഭരണം തീരെ കൊള്ളില്ല എന്ന് DYFI-ക്കാണ് ഏറ്റവും ഉറപ്പ് എന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് അവർ വീണ ജോർജിന്റെ സംരക്ഷണം ഏറ്റെടുക്കുന്നത്. വല്ലാത്ത ചതിയായി പോയി. മന്ത്രിയുടെ രാജി ആവശ്യപ്പെടാൻ ഇവിടുത്തെ പ്രതിപക്ഷ സംഘടനകൾക്ക് ജനാധിപത്യപരമായ അവകാശമുണ്ട്. ആ അവകാശം ഉപയോഗിച്ചുകൊണ്ട് പല തരത്തിലുള്ള പ്രതിഷേധങ്ങളും സമരങ്ങളും അവർ നടത്തുകയും ചെയ്യും. സ്വാഭാവികം. അതിനെതിരെ പ്രചാരണം സംഘടിപ്പിക്കാൻ DYFI-ക്കും SFI-ക്കും അവകാശമുണ്ട്. സംരക്ഷണ കവചം തീർത്തുകൊണ്ട് പഴയതുപോലെ പൂച്ചട്ടി വെച്ച ആളുകളുടെ തലയിലിട്ട് അടിക്കാനും
കല്ലെറിയാനും ഹെൽമറ്റ് വെച്ച് എറിയാനും ഒക്കെയാണ് ഇവർ ഉദ്ദേശിക്കുന്നത് എങ്കിൽ എന്തിനാണ് പിണറായി വിജയൻ ഇവിടെ പോലീസ് ഭരിക്കുന്നത് എന്ന് ചോദിക്കേണ്ടി വരും. ഇങ്ങനെ പരിഹസിക്കരുത്. ഇത്തരം പ്രതികരണങ്ങൾ ആളുകൾ കാണുന്നുണ്ട് എന്നും ഇനിയും വരാനിരിക്കുന്നത് ഒരു തെരഞ്ഞെടുപ്പ് വർഷമാണ് എന്നതും ഡിവൈഎഫ്ഐയും CPM നേതൃത്വവും ഒക്കെ ആലോചിക്കുന്നത് നല്ലതായിരിക്കും. ഒരിക്കലും ഈ നാട്ടുകാർക്ക് ഒരു അബദ്ധം പറ്റി, പക്ഷെ ഇനി അതുണ്ടാവില്ല. നമ്പർ 1 കേരളം ഇപ്പോൾ ഏറ്റവും പേടിക്കുന്നത് എന്താണെന്ന് അറിയാമോ? എനിക്കറിയില്ല. മുഖ്യമന്ത്രിയുടെ പ്രതിച്ഛായ, മന്ത്രിമാരുടെ പ്രതിച്ഛായ, സർക്കാരിന്റെ പ്രതിച്ഛായ. പ്രതിച്ഛായയേക്കാൾ പ്രധാനമല്ല ഒരു ജീവനും. അങ്ങനെ പറഞ്ഞു കൊടുക്കണ. മെഡിക്കൽ കോളേജ് കെട്ടിടം തകർന്ന് സ്ത്രീ മരിച്ചാലും സർക്കാരിന്റെ പ്രതിച്ഛായ തകർക്കാനുള്ള നീക്കമെന്ന് പറയാൻ തൊലിക്കട്ടിയുള്ള നേതാക്കൾ കേരളത്തെ വെല്ലുവിളിക്കുന്നു. കാണ്ടാമൃഗത്തിന് പോലും ഇത്രയും തൊലിക്കെട്ടി കാണുമോ എന്നാണ് സംശയം. പ്രതിച്ഛായയിൽ മാത്രം അഭിരമിക്കുന്ന ഭരണാധികാരികൾ കേരളത്തെ ഒഴിവാക്കാവുന്ന ദുരന്തങ്ങളിലേക്കും പ്രശ്നങ്ങളിലേക്കും തള്ളിവിടുകയാണ്. വിനാശകാലേ വിപരീത ബുദ്ധി. ദുരന്തമുഖത്തും വികസന കണക്കുകൾ പറഞ്ഞ് PR കളിക്കാൻ ഇറങ്ങുന്ന ഈ നേതാക്കൾ കേരളത്തിന്റെ സ്വാഭാവിക രാഷ്ട്രീയ ധാർമ്മിക ബോധത്തെ തന്നെ പ്രതിസന്ധിയിലാക്കുന്നു. എല്ലാറ്റിനും വളം വെച്ചു കൊടുത്ത് നിങ്ങളല്ലേ, ഇനി തഴച്ചു വളർന്നുകൂടി കണ്ടോളാം. പ്രതിച്ഛായ ഭീതിയല്ല, മനുഷ്യത്വമാണ് ഭരണാധികാരികളെ നയിക്കേണ്ടത്. മനുഷ്യനാകണം, മനുഷ്യനാകണം.